വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഗവൺമെന്റ് അധികാരത്തെത്തിയാൽ അഴിമതിക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിലെത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പടന്ന ഇടച്ചാക്കയിൽ പറഞ്ഞു. കോവിഡിന്റെ മറവിൽ കൊള്ളയാണ് LDF സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. പടന്ന പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തുള്ള ഗവൺമെന്റിനെ പുറത്താക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അതിനി അധിക നാളില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും നമ്മുടെ രാജ്യത്തെയും നാടിനെയും നശിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന ഏകാധിപതി ഈ രാജ്യത്തെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്നു. ഇപ്പൊ ഏറ്റവും വലിയ ആവശ്യം 1000 കോടി രൂപ മുടക്കി പാർലമെന്റ് മന്ദിരം പണിയാനുള്ള നാട്ടിൽ ജനങ്ങൾ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നു. കോവിഡിന്റെ കാലഘട്ടത്തിൽ 1 കോടി തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളികൾ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്നു. അവർക്ക് നേരിട്ടൊരു 10,000 20,000 രൂപ കൊടുക്കുന്നതിന് പകരം ഏറ്റവും ആവശ്യം 1000 കോടി രൂപയോളം വരുന്ന പാർലമെന്റ് മന്ദിരം പണിയുക എന്നാണ് മോഡി കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു. ജനഹിതം മാനിക്കാതെയുള്ള കേരള ഭരണങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താവും കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CMP ജനറൽ സെക്രട്ടറി CP ജോൺ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, KPCC ജനറൽ സെക്രട്ടറി G രതികുമാർ, സെക്രട്ടറി K നീലകണ്ഠൻ, UDF നിയോജക മണ്ഡലം ജനറൽ കൺവീനർ VKP ഹമീദ് അലി, VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PK ഫൈസൽ, KP പ്രകാശൻ, അഡ്വക്കേറ്റ് MTP കരീം, PV മുഹമ്മദ് അസ്ലം എന്നിവർ പ്രസംഗിച്ചു.